ഷാഹിനുണ്ട് ഈ കൂട്ടത്തിൽ ഒപ്റ്റോമെട്രി കഴിഞ്ഞു വന്ന ഇതേപോലെ തന്നെ ഒരാളുണ്ട്. ഷാഹിന് പറയൂ. ഷാഹിൻ അങ്ങനെ തന്നെ വന്ന ആളാണ്. സന്തോഷമുണ്ട്. റിസൾട്ട് കഴിഞ്ഞ് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ സന്തോഷത്തോടെ വന്ന് നിൽക്കാൻ പറ്റും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും ഇതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ്. ഡിഗ്രി ഡ്രോപ്പ് ചെയ്തിട്ടില്ല, ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഫ്രണ്ട്സും സമ്മതിച്ചില്ല. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഒരു കംപ്ലീറ്റ് ചെയ്തിട്ട് നിനക്ക് പോകണമെങ്കിൽ പൊയ്ക്കോന്ന് പറഞ്ഞു. അതിനും പ്രോപ്പറായിട്ടുള്ള കുറച്ച് റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ റീസണൊന്നും നിൻ്റെ വീട്ടുകാർക്ക് അറിയില്ല, അവരോട് അതിനെ പറഞ്ഞിട്ടില്ല. നീറ്റ് കഴിഞ്ഞിട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പറയുന്നോ? പിന്നെ ഇതേപോലെ തന്നെ ഞാനും +2 എൻ്റെ മാർക്ക് വളരെ കുറവാണ്. 71% മാത്രമേ എനിക്ക് മാർക്കുള്ളൂ. ഞാൻ +2 കെമിസ്ട്രിയിൽ ജസ്റ്റ് പാസ്സാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഇത്ര സന്തോഷത്തോടെ വന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നിന്നത് ഹൈലത്തിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇതിന് മുമ്പ് ഞാനിപ്പോൾ 3ാമത്തെ വട്ടമാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ റാങ്ക് ഭയങ്കര പിന്നിലായതുകൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടാതെ പോയതിന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴും വീട്ടുകാർ പറഞ്ഞത് ഇനി ബാക്കൗട്ട് ഇല്ല, മുന്നോട്ട് മാത്രം എന്നുള്ളതാണ്. ആ സപ്പോർട്ട് ഞാൻ ഒരിക്കലും കിട്ടുമെന്ന് വിചാരിച്ചില്ല. കാരണം ഇത്രത്തോളം ഡിഗ്രി കഴിഞ്ഞ് ഒരു 3-4 മാസം ഞാൻ ജോബിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ വീട്ടിൽ ഇത്ര സപ്പോർട്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഓരോ വാക്കുകളും കൂടിയാണ് പിന്നെ ഈ വിജയത്തിലേക്ക് എത്തിച്ചത്. പിന്നെ എക്സാം തുടങ്ങിയപ്പോൾ ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അതായത് സാർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു NTA കഴിഞ്ഞ പ്രാവശ്യം ചൊറിഞ്ഞുകൊണ്ട് ഒരു പണി തരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ വേണം എക്സാം എഴുതാൻ പോകാനെന്നുള്ളത്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി തന്നെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നതും. ഫസ്റ്റ് ബയോളജി തുടങ്ങി ഒരു 45 മിനിറ്റ് കൊണ്ട് കഴിക്കണം എന്ന് വിചാരിച്ച ബയോളജി 1 മണിക്കൂറോളം എടുത്തിട്ടാണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ 4:30 ആയപ്പോഴേക്കും ഫിസിക്സ് ഏകദേശം 25 ക്വസ്റ്റ്യൻ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് ലീവ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പേടി വരാൻ തുടങ്ങി. പിന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എത്തുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഫ്ലൂയിഡ്സിൻ്റെ മറ്റേ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ഞാൻ പകുതി വായിച്ചിട്ട് അത് അവിടെ പകുതി വായിക്കിയിട്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻക്ക് പോയത്. പിന്നെ എക്സാം കഴിഞ്ഞിങ്ങാണ്ട് ഭയങ്കര സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പുറത്തുള്ള കുട്ടികളൊക്കെ നോക്കുമ്പോൾ അവർക്കൊരു വികാരമില്ല. എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഒരു പ്ലാനും ഇല്ലാതെ +2 കഴിഞ്ഞാണ്ട് നേരെ എഴുതാൻ വരുന്ന കുട്ടികളായിരിക്കും. അവിടെയൊക്കെ ഫിസിക്സ് ഫുള്ള് കംപ്ലീറ്റ് ആണ്. ഞെട്ടി. പിന്നെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായത് എൻ്റെ എളാപ്പ എളാപ്പ എൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ വീട്ടിലെത്തിയിട്ടാണ് പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ സാറിൻ്റെ ലൈവ് കണ്ട് സാറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ഓഫ് വളരെ താഴ്ന്നുള്ളത്. അപ്പോൾ കുറച്ച് സന്തോഷമായി. പക്ഷേ ഇനി ആ കട്ട് ഓഫിൻ്റെ മേലെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു അടുത്ത പേടി. പിന്നെ സ്കോർ നോക്കാൻ കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ മെൻറ്റർ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കോറൊന്ന് ജസ്റ്റ് നോക്കി എന്നുള്ളത്. അങ്ങനെ നോക്കി അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടായിരുന്നു. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഹാപ്പിയാണ്, സന്തോഷമുണ്ട്. ഗ്രേറ്റ്.